നമസ്കാരം. സിനിമ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് പുറത്ത്. ദിലീപ് ശങ്കറിന്റെ മരണകാരണം ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് എന്നാണ് റിപ്പോർട്ട്. കരൾ രോഗത്തെ തുടർന്നുള്ള രക്തസ്രാവമോ നിലത്ത് വീണുണ്ടായ ക്ഷതമോ ആകാമെന്നാണ് നിഗമനം. ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത തള്ളുന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹം അഴുകിയതിനാൽ കെമിക്കൽ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ കൃത്യമായ കാരണം അറിയാനാകൂ. ഇന്നലെയാണ് തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെ കണ്ടെത്തിയത്. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. സാഹചര്യ തെളിവുകൾ പരിശോധിച്ചതിൽ നിന്നും ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യയല്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ദിലീപ് മരിച്ചു കിടന്ന മുറിയിലും പരിസരങ്ങളിലും നടത്തിയ പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. മുറിയിൽ നിന്ന് മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ എല്ലാ അർത്ഥത്തിലും സ്വാഭാവിക അസുഖ മരണമാണ് എന്ന നിഗമനത്തിലേക്കാണ് പോലീസിന്റെ നീക്കം. എന്നാൽ ഈ മരണം ഒരു കൊലപാതകമാകാനുള്ള ചെറിയൊരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് റിട്ടയർഡ് SP ജോർജ് ജോസഫ്. തലയ്ക്ക് പിന്നിൽ ക്ഷതമേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഒരുപക്ഷെ നിലത്തിടിച്ച് വീണതായിരിക്കാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ മറുവശം കൂടി ചർച്ചയാക്കുകയാണ് ജോർജ് ജോസഫ്. കൃത്യമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ. സീരിയൽ ഷൂട്ടിങ്ങിനായി എത്തിയതായിരുന്നു ദിലീപ് ശങ്കർ. ഇടയ്ക്ക് 2 ദിവസം ഷൂട്ടിംഗ് ഇല്ലായിരുന്നു. ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച വിവരം അറിയിക്കാൻ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ ഫോൺ വിളിച്ചുവെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല. ഞായറാഴ്ച മുറിയിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടത്. എല്ലാവരോടും സൗഹൃദം പുലർത്തിയിരുന്ന അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ അധികം ശ്രദ്ധ കാട്ടിയിരുന്ന ആളല്ല. കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു. അതിന്റെ തീവ്രത വകവയ്ക്കാതെയാണ് പലപ്പോഴും ഷൂട്ടിങ്ങുകളിൽ പങ്കെടുത്തത്. മരണകാരണവും രോഗത്തോട് കാട്ടിയ അലംഭാവമാകാമെന്ന വിലയിരുത്തലും ഉണ്ട്. പഞ്ചാഗ്നി എന്ന സീരിയലിന്റെ ഷൂട്ടിങ്ങിനായി 19-നാണ് ദിലീപ് മുറിയെടുത്തത്. 26 വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നില്ല. ശനിയാഴ്ച സീരിയലിന്റെ പ്രൊഡക്ഷൻ മാനേജർ ഫോണിൽ വിളിച്ചിട്ടും ദിലീപിനെ കിട്ടിയില്ല. ഇതോടെ അവരും ഹോട്ടലിലേക്ക് അന്വേഷിച്ചെത്തി. അപ്പോഴറിഞ്ഞത് മരണവിവരമാണ്. അഭിനയത്തിന് പുറമെ ബിസിനസ് രംഗത്തും സജീവമായിരുന്നു എറണാകുളം തെക്കൻ ചിറ്റൂർ മത്തശ്ശേരിൽ തറവാട്ടിൽ ദേവാങ്കണത്തിൽ ദിലീപ് ശങ്കർ. ചപ്പാത്തി, ദോശമാവ് തുടങ്ങിയ റെഡി ടു ഈറ്റ് വിഭവങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കമ്പനി വിപണിയിലെത്തിക്കുന്നത്. ഭാര്യ സുമയാണ് ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ദേവ, വിദ്യാർത്ഥിയായ ധ്രുവ എന്നിവരാണ് മക്കൾ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. തിങ്കളാഴ്ച രാവിലെ 6 മുതൽ 11 വരെ ചിറ്റൂരിലെ വീട്ടിലും 12 മണിവരെ ചിറ്റൂർ സെന്റ് മേരീസ് സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം ചേരാനല്ലൂർ ശ്മശാനത്തിലാണ്. അഭിനയത്തിന്റെ മികവിനൊപ്പം തന്നെ സീരിയലിലെ സൗമ്യ മുഖമായിരുന്നു ദിലീപ്. തികഞ്ഞ അർപ്പണബോധത്തോടെ അഭിനയത്തെ സമീപിച്ച നടൻ 25 വർഷക്കാലമായി സീരിയൽ സിനിമാ രംഗത്ത് സജീവമായിരുന്നു. ജൂഡ് അട്ടിപ്പേറ്റിയുടെ റോസസ് അറ്റ് ഡിസംബർ എന്ന സീരിയലിലൂടെ അഭിനയ രംഗത്തെത്തിയ അദ്ദേഹം തമിഴ് ഉൾപ്പെടെ 50-ലേറെ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭ ബഹുമതിയും നേടി. മനോജ് സംവിധാനം ചെയ്യുന്ന പഞ്ചാഗ്നി എന്ന സീരിയലിൽ അഭിനയിക്കാനാണ് തലസ്ഥാനത്തെത്തിയത്. അടുത്ത ദിവസത്തെ ഷൂട്ടിനെ കുറിച്ച് പറയാനായി കൺട്രോളർ ദീപു പലതവണ വിളിച്ചുവെങ്കിലും മൊബൈൽ ഫോൺ എടുത്തില്ല. തുടർന്ന് കൺട്രോളറെ ഹോട്ടലിലേക്ക് അയക്കുകയായിരുന്നു. ഹോട്ടൽ മുറിയിലെത്തി വിളിച്ചുവെങ്കിലും റൂം അടഞ്ഞുകിടന്നു. മുറിക്കുള്ളിൽ നിന്ന് രൂക്ഷമായ ദുർഗന്ധവും ഉണ്ടായിരുന്നു. ഹോട്ടൽ ജീവനക്കാർ ജനാല വഴി നോക്കിയപ്പോഴാണ് നിലത്ത് വീണ് കിടക്കുന്ന നിലയിൽ അദ്ദേഹത്തെ കണ്ടത്. തുടർന്ന് കന്റോൺമെന്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കി. ശേഷം ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി നാട്ടിലേക്ക് മടങ്ങി. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന അമ്മയറിയാതെ എന്ന സീരിയൽ അടക്കമുള്ളവയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടനാണ് ദിലീപ്. ചാപ്പാക്കുരിശ്, 24 നോർത്ത്, കാദം തുടങ്ങിയ സിനിമകളിലും ചെറിയ വേഷങ്ങൾ ചെയ്തു. പ്രജാപതി, ബ്ലാക്ക് എന്നീ സിനിമകളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഗ്രാമഫോൺ, മഹേഷും മാരുതിയും തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. നിവിൻ പോളിയും നയൻതാരയും അഭിനയിച്ച പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത്. അഭിനയത്തോടുള്ള മോഹം കൊണ്ട് MBBS പഠനം പോലും പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഈ വഴിക്ക് തിരിഞ്ഞ നടനാണ് ദിലീപ്.
MBBS പഠനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്ന ദിലീപ് അഭിനയത്തോടുള്ള അടങ്ങാത്ത കമ്പം മൂലമാണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതും അഭിനയത്തിലേക്ക് തിരിയുന്നതും. ഡോക്ടറാകേണ്ടയാളല്ല താനെന്ന് ബോധ്യമായ ശേഷം MSc കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് മലയാളത്തിലും തമിഴിലുമെല്ലാമായി നിരവധി വേഷങ്ങൾ ചെയ്തു. സിനിമയിൽ ചെറുവേഷങ്ങളിലൂടെ തുടങ്ങിയ അദ്ദേഹത്തിന് പക്ഷേ സീരിയൽ രംഗത്ത് സൂപ്പർ താര പരിവേഷമായിരുന്നു.